മലയാളം അർത്ഥം എന്താണ്? ഇടയിൽ എന്നാണ് അർത്ഥം. നോക്കി, when we refer to two things or person, അതായത് രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെയോ ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബിറ്റ്വീൻ ഉപയോഗിക്കാം. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാം, രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ. അപ്പൊ രണ്ട് വസ്തുക്കളുടെയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെയോ ഇടയിൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബിറ്റ്വീൻ ഉപയോഗിക്കാം. നോക്കിയേ, ബാലു സിറ്റ്സ് ബിറ്റ്വീൻ ശ്യാം ആൻഡ് മനു എന്നുള്ളതാണ്. ശ്യാമിന്റെയും മനുവിന്റെയും ഇടയ്ക്കാണ് ബാലു ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് വ്യക്തികൾ, അവയ്ക്കിടയിൽ വേറൊരാൾ ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ട് പേഴ്സൺസ് അല്ലെങ്കിൽ രണ്ട് തിങ്സിനിടയിൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. ദ മെഡിറ്ററേനിയൻ സീ ഈസ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക എന്നുള്ളതാണ്. അപ്പൊ യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിലാണ് മെഡിറ്ററേനിയൻ സീ എന്നാണ് പറയുന്നത്. ഇനി the letter B comes between A and C. A കഴിഞ്ഞ് എയ്ക്കും സിക്കും ഇടയിലാണ് ബി എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ അവിടെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ വേറൊരു വസ്തു വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ എമങ്ങും ബിറ്റ്വീൻ പോലെ തന്നെ ഇടയിൽ എന്നുള്ള അർത്ഥം തരുന്ന വേർഡ് തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ തന്നെയാണ് എമങ് എന്ന് പറയുന്നത്. പക്ഷേ എമങ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ ടു തിങ്സ് ഓർ പേഴ്സൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എമങ് ഉപയോഗിക്കും. അതായത് രണ്ടിൽ കൂടുതൽ ആൾക്കാരോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾക്കോ ഇടയിലാണ് ഒരാൾ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടയിലാണ് ഒരു വസ്തു എന്ന് പറയുന്ന സമയത്ത് അവിടെ എമങ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. രണ്ടു പേരുണ്ട് അതിനിടയിൽ എന്ന് പറയാൻ, രണ്ടു പേരോ രണ്ട് വസ്തുവോ അതിനിടയിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീനും, രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എമങ്ങുമാണ്. നോക്കിയേ, ഡിവൈഡ് ദി മണി എമംഗ് ദി 5 of you. അതായത് പണം നിങ്ങൾ 5 പേരായിട്ട് വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം 5 പേരായിട്ട് വീതിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ 4 പേരിൽ ഒരാളാണ് നീ എന്നുള്ളതാണ് പറയുന്നത്. 5 പേരുണ്ട്, 5 പേരും വീതിച്ചെടുക്കുന്ന സമയത്ത് ആ 4 പേരിൽ ഒരാൾ മാത്രമാണ് നീ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 4 പേരുണ്ട്, അതിലൊരാൾ എന്നുള്ളതാണ് പറയുന്നത്. they quarreled among themselves. അതുപോലെ തന്നെയാണ്, ഒരുപാട് പേര് നിന്ന് വഴക്കുണ്ടാക്കുന്നു, അതിലൊരാൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ 2 പേരാണെങ്കിൽ അല്ലെങ്കിൽ 2 പേര് അല്ലെങ്കിൽ 2 തിങ്സ് ആണെങ്കിൽ അതിനിടയിൽ എന്ന് പറയാൻ ബിറ്റ്വീനും, രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ എന്ന് പറയാൻ വേണ്ടി എമങ്ങും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു പ്രൊപ്പോസിഷൻ ആണ് ബിസൈഡ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബിസൈഡ് എന്ന് പറയുമ്പോൾ ബൈ ദി സൈഡ് എന്നുള്ളതാണ് ബിസൈഡ് എന്ന് പറയുന്നത്. അതായത് അരികിൽ എന്നുള്ള അർത്ഥത്തിലാണ് ബിസൈഡ്, എന്റെ അടുത്ത്, അരികിൽ എന്നുള്ളതാണ്. മൈ ഹോം ഈസ് ബിസൈഡ് ദി റിവർ, അതായത് റിവറിനടുത്താണ് എന്റെ വീട്, അടുത്തെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. കമാൻ സിറ്റ് ബിസൈഡ് മീ, വരൂ എന്റെ അടുത്ത് വന്നിരിക്കൂ എന്ന് പറയുമ്പോൾ അടുത്ത് വന്നിരിക്കൂ എന്നുള്ളതാണ്, എന്റെ അടുത്തേക്ക് ഇരിക്കൂ എന്നുള്ളത് ഊഹിക്കാം. ഇനി അതുപോലെ ഉപയോഗിക്കുന്നതാണ് ബിസൈഡ്സ് എന്ന് പറയും, ഒരു എസ് കൂടി ചേർക്കും, അതായത് ബിസൈഡ്സ് എന്ന് പറയും. ഇപ്പൊ ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇത് കൂടാതെ എന്ന് പറയുന്നതാണ് ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ. ഒരു എസ് വന്നപ്പോൾ അർത്ഥം മാറിയത് കണ്ടോ, ഇത് കൂടാതെ എന്ന്. മറ്റേത് അരികിൽ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിലാണെങ്കിൽ, ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇൻ അഡിഷൻ ടു, അതായത് ഇത് കൂടാതെ എന്നുള്ളതാണ്. അപ്പൊ നോക്കി, എക്സാമ്പിൾ നോക്കിയേ, ബിസൈഡ്സ് എ കാർ, അതായത് ബിസൈഡ്സ് എ കാർ ഹി ഹാസ് എ ജീപ്പ് ആൻഡ് എ സൈക്കിൾ എന്നുള്ളതാണ്. അതായത് അവന് കാറ്